ഒരു ജീവിതമേ അനിയാ ജീവിക്കണ്ടേ. അലൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഈ ആ ലാസ്റ്റ് ആ പോർഷൻ ഷൂട്ട് ചെയ്തപ്പോഴേ ആദ്യത്തെ ഷോട്ട് തെറ്റിയപ്പോൾ അലൻ പറഞ്ഞു തന്നെ എനിക്ക്, ചേട്ടാ ഞാൻ പറയുന്ന ഡയലോഗിൻ്റെ ലാസ്റ്റ് വാക്ക് എന്താണെന്ന് ചേട്ടൻ ഓർത്ത് വെക്കണം. അപ്പോഴെനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്, ഓ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. അപ്പോൾ അത് എനിക്ക് തന്നത് അലനാണ്. ആ നെക്സ്റ്റ് ടേക്കിൽ അത് എനിക്കത് കറക്റ്റാക്കാൻ പറ്റിയത്. പാരന്റ്സിനെ ഒക്കെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പോൾ അവർ ചോദിക്കും ഇത് ആരാണ്. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ അത് എടുക്കാൻ പറ്റും. അതൊരു ഫൺ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു സൈഡ് ഡബിൾ മീനിങ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാനും വിപിൻ ദാസോട് ഒരു ദിവസം ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ എന്തോ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആണ് വിപിൻ പറഞ്ഞത്, നിനക്ക് ജോൺസൺസ് ലുക്ക് ഉണ്ടല്ലോ, നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് വാഴായിട്ടുള്ള ചെറിയ പരിപാടി ഉണ്ട്, അവർ UK പോകുമ്പോൾ ഒരു പരിപാടി പിടിക്കാം എന്ന് അപ്പം പറഞ്ഞിട്ട് ഞാൻ നീ എന്തോ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഇമോഷണൽ ഡയലോഗ് കൂടെ വന്നപ്പോൾ അതിനൊരു വാല്യൂ വന്നു. നമ്മളൊരു ഫണ്ടിന് വേണ്ടി മാത്രം ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ആ ഒരു ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കേണ്ട അനിയാന്ന് പറയുന്നിടത്തു നിന്നാണ് അലനൊരു റിയലൈസേഷൻ വരുന്നത്. അതാണ് അലൻ അവിടെ തന്നെ ഇരുന്ന് അനിയത്തിയെ വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് അലൻ പോകുന്നത്. അവിടെ നിന്നാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഇവരിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ വിന്നാണ്, ഇവര് ഫൈനലി എത്തിയല്ലോ. അതാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കാനുള്ള റീസൺ. കാര്യം അവർക്കിത് അവരുടെ വിന്നായിട്ട് തോന്നുന്ന ഒരു സാധനം. കാര്യം അവർ വരികയും വെറുതെ വന്നതല്ല, അവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിച്ചൊരു സീനാണ് വിഷുവിന് ആ ഒരു ചേട്ടൻ പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്നത്. എത്ര തലകുത്തി നിന്ന് ചിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നു. ആ സമയത്ത് പുള്ളിയുടെ മക്കളോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായി കാണുമോ? അല്ല, എനിക്കത് എൻ്റെ അടുത്ത് ഇപ്പൊ വിപിൻ പറഞ്ഞത് വിപിൻ അന്ന് ആ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോക്കകത്ത് എവിടെയോ അച്ഛാന്നൊരു വിളി അവൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അവൻ ആ ചിന്ത ഉണ്ടായത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. വാഴ 2 നമ്മളുടെയൊക്കെ സ്വന്തം ജോണീസിനായി മാറിയ ആളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പ്ലംബറായിട്ട് വന്നു, ഇലക്ട്രീഷ്യനായിട്ട് വന്നു, ചെടി വെട്ടുന്ന ആളായിട്ട് വന്നു ആൻഡ് വാട്ട് നോട്ട്. നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീനാഥ്. വെൽക്കം. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ മൂവി അടിപൊളി മൂവിയാണ്. എനിക്ക് തോന്നുന്നു തിയേറ്റർ മൊത്തം ഇളക്കി മറിച്ചൊരു കുറേ നാൾക്ക് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ച്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ച, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മളെ വിളിക്കുന്നത് സിബ്ലിങ്സിനെ ആയിരിക്കും. അന്നത്തെ ദിവസം എനിക്ക് പ്രത്യേക സ്നേഹമായിരുന്നു എൻ്റെ അനിയത്തിന്. എനിക്കും അതേ അനുഭവം ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ അനിയനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെയിലി കോൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരല്ല. അപ്പം പക്ഷേ എനിക്ക് സിനിമ കണ്ട് ഉടൻ തന്നെ അവൻ്റെ കോളും മെസ്സേജും കോളും ഒക്കെ വന്നു. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അവരുടെ ഒരു സ്നേഹം കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആ സ്വന്തം അനുഭവത്തിലും അത് തന്നെയാണ് കിട്ടിയത്. അത് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതുപോലെ അൽഫോൺസ് പുത്രനുമായിട്ട് ഞങ്ങൾ ഷോ കാണാൻ പോയിട്ട് തിയേറ്ററിൻ്റെ പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ തോളിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പോയി അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, സിനിമ കണ്ട് ഇമോഷൻ ആയതാണ്. പുള്ളിക്കാരിക്ക് ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനായിട്ട് ചെറിയ അകൽച്ചയിലായിരുന്നു. അപ്പോൾ അത് സിനിമ കണ്ടപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ കരഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓഡിയൻസിലേക്ക് ഇത്രയും കണക്റ്റ് ആവുന്നു എന്ന് പറയുന്നത് ഭയങ്കര അതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം അപ്പോൾ എൻ്റെ കൂടെ വിപിൻ ദാസും അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ റൈറ്റർ അത് പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നേഷൻ അല്ലേ. ആൾക്കാരിങ്ങനെ അങ്ങനെ ഒരു ആൾക്കാരെ ടച്ച് ചെയ്യാൻ പറ്റുക, മൂവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഓരോ ഇതൊരു സീൻ മാത്രമല്ല, മറ്റ് പല സീനുകൾ നോക്കുമ്പോഴും ഇതുപോലെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങൾ, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ സീൻസും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വാഴ. എനിക്ക് തോന്നുന്നു ആള് എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമോഷൻ നമ്മൾ പ്രേക്ഷകർക്ക് കണക്ഷൻ കിട്ടി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. കുറെ പേര് പറയുന്നുണ്ട് വാഴ ബോയ്സിന് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതിനല്ല കേട്ടോ, ഗേൾസിന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഇടയ്ക്കൊരു വീഡിയോയിൽ വിപിൻ പറഞ്ഞ പോലെ തന്നെ വിപിൻ അതിമനോഹരമായി എഴുതി, അതിൻ്റെ മുകളിൽ അതിമനോഹരമായി സവിൻ ഡയറക്റ്റ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു മാജിക് വർക്കായത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ DOP, അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര സൂപ്പർ. അവർ അത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിലായപ്പോലും നമ്മൾ ജോർജിയയിൽ പോയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. UK ഉള്ള എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമുക്ക് ജോർജിയയിൽ പോയി ഷൂട്ട് ചെയ്തു. പക്ഷേ എന്നാലും ജോർജിയയിലും അത്ര ലോ കോസ്റ്റ് അല്ല. നമ്മൾ പോയപ്പോൾ മനസ്സിലായി അത് ഭയങ്കര അതും കോസ്റ്റ് തന്നെയാണ്.
അപ്പോൾ അതിൽ നമ്മൾ 11 days അവിടെ പോയി നിന്ന് അവിടെ കൊടും തണുപ്പും കൂടെ ആയിരുന്നു ആ സമയത്ത്. നവംബർ സമയത്താണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ കുറേ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ക്യാമറയുടെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പത്ത് തണുത്ത് വിറച്ച് നിൽക്കുന്ന സമയത്താണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ തണുപ്പ് വിറയലിൻ്റെ അതിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം അവർ പറഞ്ഞു തരുന്ന സീൻസ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷേ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒന്ന് ഡയറക്ടർ സവിൻസ, പിന്നെ ചീഫ് അസോസിയേറ്റ് റജിവാൻ. അപ്പം പുള്ളിയാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. ഇങ്ങനെ പറഞ്ഞേട്ടാ, അങ്ങനെ ചെയ്തേട്ടാ, ഇങ്ങനെ തിരിഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു ഡയലോഗ് പറ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റജിവാൻ പറഞ്ഞു തന്നു. അതുപോലെ തെറ്റുമ്പോൾ ഞാൻ പേടിച്ചു. ഡയറക്ടർ ഒന്നാമത് നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവാക്കി അവിടെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുകയാണല്ലോ. നമ്മൾ WPTS പ്രൊഡക്ഷനിലെ പാർട്ടാണെങ്കിലും നമുക്ക് വേണ്ടി നമുക്കൊരു ടെൻഷനുണ്ട്, നമ്മളിവിടെ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളത്. അപ്പോൾ പക്ഷേ സവിൻ അടുത്ത് വന്ന് ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങനെയൊന്നും ചെയ്താൽ കൊള്ളായിരിക്കുന്നത്, ഭയങ്കര നമുക്കൊരു ടെൻഷനും തരാതെയാണ് സവിൻ അത് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വിപിൻ ദാസ്, സവിൻസ ആൻഡ് റജിവാൻ ചീഫ് അസോസിയേറ്റ്. അപ്പോൾ അങ്ങനെ ആണ് ഞാനത് ചെയ്തത്. എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ഞാനിപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഓക്കെ തോന്നാറില്ല. ഞാൻ ചെയ്തത് ഭയങ്കര ഇച്ചിരി മോശമായി പോയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോഴും. ഇന്നലെയും സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ ഇന്നലെയും വിപിൻ്റെ അടുത്ത് പോയി, ഇത് എനിക്കത് ഇപ്പോഴും അത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ആൾക്കാർ വിളിച്ചിട്ട് അവർക്കത് കണക്റ്റായി കിട്ടി, അല്ലെങ്കിൽ ഭയങ്കര രസമായിരുന്നു. അതിലൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നു അല്ലെങ്കിൽ ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മാജിക്കൽ പരിപാടിയാണ്. അത് നമുക്ക് ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ ഓരോ തവണ നിങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴും കയ്യടിയും ചിരിയും. നമ്മൾ പേരൻസിന്റെ പോയിരിക്കുമ്പോൾ കൂടെ ഇരുന്ന് കാണുമ്പോൾ, ഞാനൊരു ട്രോൾ റീൽ കണ്ടതാ, നമ്മൾ വാഴ 2 പാരന്റ്സിന്റെ ഒക്കെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ എല്ലാരും ചിരിക്കും. അപ്പൊ അവർ ചോദിക്കും ഇത് ആരാണ്. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ അത് എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു ഫൺ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു വേറൊരു സൈഡ് ഡബിൾ മീനിങ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഓക്കെ, ജോണി സിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അത് നമ്മൾ ജെൻസിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തത്. കാര്യം ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും വിപിൻ ദാസിൻ്റെ ഒരു ദിവസം ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ എന്തോ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആണ് വിപിൻ പറഞ്ഞത്, നിനക്ക് ജോണി സിൻസ് ലുക്ക് ഉണ്ടല്ലോ, നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് വാഴായിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്, അവർ UK പോകുമ്പോൾ ഒരു പരിപാടി പിടിക്കാം എന്ന് അപ്പം പറഞ്ഞിട്ട് ഞാൻ നീ എന്തോ പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി തമാശയ്ക്ക് പറയാമെന്ന് ചോദിച്ചു. പക്ഷേ ആ പുള്ളി അപ്പം തന്നെ അത് നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് കൊള്ളാലോ പരിപാടി. അപ്പോൾ തന്നെ പുള്ളി WPTSൻ്റെ ക്രിയേറ്റീവ് ഗ്രൂപ്പുണ്ട്, റൈറ്റർ, ഡയറക്ടർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ പുള്ളി അപ്പം തന്നെ പുള്ളി സ്ക്രിപ്റ്റായിട്ട് തന്നെ വോയിസിൽ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം വിചാരിച്ചു ഇവരിത് തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഫൈനലി വരുമ്പോൾ കാണില്ല, ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നവംബർ ആയപ്പോഴേക്കും എനിക്ക് വിസ വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, പാസ്പോർട്ടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി സംഭവം സീരിയസ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ജോർജിൽ പോയി. പക്ഷേ പോകുമ്പോഴും ഞാൻ എൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് വിനായകായിരുന്നു അപ്പോൾ അവിടെ ആ സമയത്ത്. അപ്പോൾ വിനായക് എന്നോട് ചോദിച്ചു, ചേട്ടാ നാളെ ഷൂട്ട്. അപ്പോൾ തലേദിവസം വിനായക് ചേട്ടാ സീൻസൊക്കെ വായിച്ച് പഠിച്ച് നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു, വിനായകൻ ഞാൻ സീൻസ് എന്താണെന്നും ചോദിച്ചിട്ടില്ല, എൻ്റെ സ്ക്രിപ്റ്റ് എന്താണെന്നും ചോദിച്ചിട്ടില്ല, അതൊന്നും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ആയിട്ടില്ല ഞാൻ. അതൊക്കെ ഒരു ശരിക്കും പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണല്ലോ, എൻ്റെ സീൻസൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി പ്രിപ്പയർഡൊക്കെ ആവും. നമുക്കൊന്നും അറിയില്ല, ഫുൾ ബ്ലാങ്കാണ് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ബ്ലാങ്കായിട്ട് തന്നെ പോയി സെറ്റിൽ നിന്നു. പിന്നെ മേ ബി ഓക്കെ ഒരു ലുക്കിലേക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് അത് നമുക്ക് ആ ക്യാരക്ടറിനോട് കുറച്ച് ഇത് വരും. പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഇടുമ്പോഴേക്കും കുറച്ചൊരു മാച്ചിങ് ആവും. അപ്പോൾ അങ്ങനെ അത് അവിടെ ചെന്ന് അവിടെ നമ്മൾ അസോസിയേറ്റ് പറഞ്ഞു തരുന്നു, അത് അതേപടി ചെയ്യുന്നു. ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് പുതിയ ആൾക്കാർക്ക് അത് അവരെ ഈ പറഞ്ഞ ആ കോമഡി സെൻസിലെടുത്ത് കാണുന്നവരുണ്ട്. പക്ഷെ അല്ലാത്തവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് മൾട്ടിപ്പിൾ ജോബ്സ് എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി പുറത്തു പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടാലും അത് ഓക്കെയാണ്, ഇങ്ങനെ കണ്ടാലും അത് ഓക്കെയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ കണ്ടാലും അത് ഓക്കെ എന്ന ഇതിലാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഇമോഷണൽ ഡയലോഗ് കൂടെ വന്നപ്പോൾ അതിനൊരു വാല്യൂ വന്നു. നമ്മളൊരു ഫണ്ടിന് വേണ്ടി മാത്രം ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ആ ഒരു ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കേണ്ട അനിയാന്ന് പറയുന്നിടത്തു നിന്നാണ് അലനൊരു റിയലൈസേഷൻ വരുന്നത്. അതാണ് അലൻ അവിടെ തന്നെ ഇരുന്ന് അനിയത്തിയെ വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് അലൻ പോകുന്നതും. അവിടെ നിന്നാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ സ്റ്റാർട്ടാവുന്നത്, മ്യൂസിക് സ്റ്റാർട്ടാവുന്നത്. അപ്പം അങ്ങനൊരു അത് റൈറ്റിങ്ങിന്റെ സ്കില്ലാണ്. അതെ, എനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ജീവിക്കണ്ടേന്ന് ചോദിക്കുന്നത്
ഏറ്റവും കൂടുതൽ ഇതേപോലെ പുറത്ത് പോയിട്ട് പ്രവാസികളാണെങ്കിലും ഇതുപോലെ അവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ കറക്റ്റ്. അതെ അതെ അങ്ങനെയുള്ള കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട് നമ്മൾക്കിത് ഭയങ്കര നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളിങ്ങനെ ഫണ്ണായിട്ട് നിന്നിട്ട് ഈ ഒരു സാധനം വരുമ്പോൾ ആദ്യത്തെ 3 അപ്പിയറൻസ് സീൻസിൽ 3 അപ്പിയറൻസ് വരുന്നത് ഭയങ്കര വെറും ഫണ്ണായിട്ടാണ് വരുന്നത്. പിന്നെയാണ് നമ്മൾ ഒരു മലയാളിയാണെന്ന് റിവീൽ ചെയ്ത് കൊടുക്കുന്നു അതിനകത്ത്. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു ലൈഫ് ഒന്നേ ഉള്ളൂ അതിന് നമ്മൾ അപ്പോൾ അത് മറ്റവരാ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ നോക്കാതെ അങ്ങനെ പൊക്കോണ്ടിരുന്നത്. അപ്പം ആ റിയലൈസേഷൻ കിട്ടുന്ന ആ ഡയലോഗിൽ നിന്നാണ്, പുള്ളിയുടെ ഡയലോഗിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് എൻ്റെ ക്യാരക്ടറിനൊരു ഡെപ്ത് കൊടുത്തു. ആ ഡെപ്താണ് ഇപ്പോൾ ആ റൈറ്റിംഗ് സ്കില്ലാണ് ഇപ്പോൾ ആൾക്കാർ ഈ ക്യാരക്ടറിനോട് ഈ സ്നേഹം കാണിക്കുന്നത്. അതെ അതെ. അപ്പോൾ നമുക്ക് തന്നെ നമ്മളാരും ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അത് ഇങ്ങനെ ആൾക്കാർ സ്വീകരിക്കും. ചിലപ്പോൾ തിയേറ്ററിൽ ചിരിച്ചങ്ങ് പോവും, ഒരു ഫൺ മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് അതിൻ്റെ മേളിൽ ആൾക്കാർ സ്വീകരിക്കുകയും കമൻറ്റുകൾ നമുക്ക് വീഡിയോസിന് താഴെയും അല്ലെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് ആൾക്കാരെ എത്രത്തോളം ടച്ച് ചെയ്തു എന്നുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാവും, കണക്ട് ആവും. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴ വണ്ണിനേക്കാൾ കൂടുതലാണ്. അത് എല്ലാ രീതിയിലും വാഴ വണ്ണിനേക്കാൾ വലുതാണ്. കാര്യം ബഡ്ജറ്റ് വൈസ് ആയാലും അതിൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് വൈസ് ആയാലും അതിൻ്റെ ഡ്യൂറേഷൻ വൈസ് ആയാലും. അപ്പം അത് ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആവണമല്ലോ. കാര്യം വാഴ ഒന്നിനേക്കാളും 2 ബെറ്റർ ആയാലാണല്ലോ 2 സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തതിനാണ് വിപിൻ ആദ്യം തൊട്ടേ അത് കൺസീവ് ചെയ്തത്. അപ്പോൾ വിപിൻ കൺസീവ് ചെയ്തത് ലാർജർ ഒരു പരിപാടിയായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിനെ സവിൻ കുറച്ചുകൂടെ ലാർജർ ആക്കിയിട്ട് ഷൂട്ട് ചെയ്തു. ഈ ജോണീസിന്റെ ചായ ഉണ്ടെന്ന് ഇവരാണോ ആദ്യമായിട്ട് പറയുന്നത്? എന്നോട് ആദ്യം പറയുന്നത് വിപിൻ ദാസാണ്. അതിന് മുന്നേ അല്ല, ബാക്കിയുള്ളവരൊക്കെ പറയാറുള്ളത് ഇപ്പം ഒരിക്കൽ ഒരു എൻ്റെ മോളുടെ മറ്റേ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗ്രൗണ്ടിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു അങ്കിളെ കാണാൻ പെപ് ഗോഡിയോളയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പെപ് ഗോഡിയോള ഒരു മോസ്റ്റ് ഫേമസ് കോച്ചാണ്, ഫുട്ബോൾ കോച്ചാണ്. അപ്പോൾ ആ ലുക്ക് ആ സമയത്തുണ്ടാവും. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവർ പറയുന്നു ജേസൺ സ്റ്റേഥത്തിൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ജോണി സീൻസിൻ്റെ ലുക്ക് ഇതുവരാരും പറഞ്ഞില്ല. മേ ബി പറയാൻ ചമ്മലായിട്ട് പറയത്താണോ അറിയില്ല. പക്ഷേ എൻ്റെ ആദ്യം പറഞ്ഞത് വിപിൻ ദാസാണ്. അപ്പോൾ വിപിനാണ് അത് പറഞ്ഞപ്പോൾ തന്നെയാണ് പുള്ളി ഈ ഐഡിയയും പറഞ്ഞത്. ഈ കാര്യം അപ്പോഴേക്കും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ UK പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് അവനതങ്ങനെ എന്നെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ലുക്കിലേക്ക് തോന്നിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ലുക്സ് ഇങ്ങനെ ഒന്നുകിൽ ചിലപ്പം ഫുൾ ക്ലീൻ ഷേവ് ചെയ്യും, ചിലപ്പോൾ ട്രിം ചെയ്ത് വെക്കത്തുള്ളൂ, ചിലപ്പോൾ താടി വയ്ക്കും, താടി മാറ്റും. ഇങ്ങനെ പല ലുക്കിൽ ഈ താടി വയ്ക്കുമ്പോഴാണ് പെപ് ഗോഡിയോള ലുക്ക് വരുന്നത്. പെപ് ഗോഡിയോള എപ്പോഴും ക്ലീൻ ഷേവും ഒരു ഗ്രേ ആൻഡ് ഹെയർ ബേർഡിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ ഈ ലുക്കിലായിരിക്കുന്നത്. അപ്പോൾ ഈ ലുക്കിൽ ഇരുന്നപ്പോൾ വിപിന് തോന്നിയ ഐഡിയ അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു. അത് ഞാൻ പോയി ചെയ്തു. പിന്നെ അവരത് കുറച്ചൊരു വൃത്തിയാക്കി എടുത്തു, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു. ഡബും അതുപോലെ ഞാൻ തന്നെയാണ് ചെയ്തത്. അതും ആദ്യം ടെൻഷനായിരുന്നു. ഇതെല്ലാം നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി WBTS പ്രൊഡക്ഷൻ, വിപിൻദാസ് പ്രൊഡക്ഷൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ വാഴ 1 കഴിഞ്ഞു, അത് കഴിഞ്ഞ് വ്യസന സമേതം പ്രൊഡക്ഷൻ ചെയ്തു. അപ്പോൾ ഇതെല്ലാം അപ്പോഴൊക്കെ നമ്മൾ ബാക്ക് എൻഡിലാണുള്ളത്. വാഴ 3 ചെയ്യുമ്പോഴും ബാക്ക് എൻഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാഴ 2 ചെയ്യുമ്പോഴും പെട്ടെന്ന് ഈ ഫ്രണ്ട് എൻഡ് വരാൻ പറഞ്ഞപ്പോൾ അത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഡബ് ചെയ്യാത്തിയപ്പോഴും ഷൂട്ട് ഒരു കഴിച്ച് വിട്ടു. ഓക്കെ, ഹാപ്പി ആയിട്ട് ജോർജിയും തിരിച്ചു വന്നു. സമാധാനം അത് ചെയ്തല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡബ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വേറെ ആരും വെച്ച് ഡബ് ചെയ്തോ, എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. അപ്പോൾ അവരും സവിൻ പറഞ്ഞു. അപ്പോഴും സവിനാണ് ഇതായിരുന്നത്. ചേട്ടൻ ചെയ്ത് നോക്ക്, വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ എല്ലാം ഡബ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയി. പക്ഷേ ലാസ്റ്റ് ഈ ജീവിതം ഒന്നേ ഉള്ളൂ അനിയ എന്ന് പറയുന്നതാണ് വിപിൻ കണ്ടിട്ട് ഒരു കറക്ഷൻ പറഞ്ഞത്. എനിക്കത് വിപിൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റിലായിട്ട് അതിൻ്റെ ഒരു ഇമോഷൻ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു തന്നപ്പോൾ ഞാൻ രണ്ടാമത് പോയി അത് ഡബ് ചെയ്തതാണ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ടീമിൻ്റെ സാധനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. ഇവരിത് ഫുൾ ചെയ്തെടുത്തതെന്ന് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിയൽ പരിപാടി മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ പ്രൊഡക്ഷനിലുണ്ടെങ്കിലും നമ്മൾ മറ്റു സിനിമകളൊക്കെ നമ്മൾ റിലീസിന് കുറച്ച് ദിവസം മുന്നേ ഒക്കെ നമ്മൾ പ്രിവ്യൂ ഒക്കെ കാണാറുണ്ട്. ഈ മൂവി ഞാൻ കണ്ടതേ ഇല്ല, ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നു. കാര്യം എനിക്കറിയാം ഇത് മ്യൂസിക് ഇട്ട് ഒക്കെ ഫുൾ വരുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടി വേറെ ആയിരിക്കും, സിനിമ കാണാൻ അതിമനോഹരമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഡേ വർഷമാണ് ഞാൻ ഇത് സിനിമ എൻ്റെ സിനിമ ഉൾപ്പെടെ കാണുന്നത്. ഞാൻ ഡബിന് കണ്ടു, പക്ഷേ അല്ലാതെ കാണുന്നത് ഫുൾ സിനിമ. അതെ അതെ, ഫുൾ ടീമിൻ്റെ കൂടെയാണോ കണ്ടത്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫുൾ ടീമിൻ്റെ കൂടെയാണ് കണ്ടത്. അതെ. നമ്മുടെ സ്ക്രീനിൽ ഫസ്റ്റ് ആ ഇൻട്രോ സീൻ ഉണ്ടല്ലോ, അലരി ഇങ്ങനെ ഡോർ തുറക്കുമ്പോൾ കാണുന്നത്,
ഞാൻ ആദ്യം വിചാരിച്ചു ആയിരിക്കുമോ ഇത് റിയൽ ആയിരിക്കുമോ അങ്ങനെ ഞാൻ വിചാരിച്ചു. ഞാനും ഫ്രണ്ട്സും കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആന്ന് തോന്നുന്നു. പിന്നെ ഉള്ളിൽ കയറി വന്നപ്പോഴാണ് അല്ല ഇത് റിയൽ ആളാ, എന്നാൽ ഇത്രയും വലിയ സാമ്യമൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹെയർ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ ഇത്ര വർഷം ഇപ്പൊ അതാണ് വേറൊരു കോമഡി എന്ന് വെച്ചാൽ എല്ലാവരും ഈ സിനിമയിലെ റോള് കിട്ടാൻ വേണ്ടിയിട്ട് ഹെയർ ഒക്കെ വളർത്തുക, അല്ലെങ്കിൽ നീട്ടി വളർത്തുക, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹെയർ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഒരു റോള് കിട്ടുന്നത് സിനിമയിൽ വന്നത് ഞാനായിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നില്ല, അത് എനിക്ക് അറിയില്ല, അങ്ങനെ വേറെ ആരും ഉണ്ടോയെന്ന് അറിയില്ല. അത് ഈ ലുക്ക് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ച് അങ്ങനെ കാസ്റ്റ് ചെയ്തതാണ്. അല്ലാതെ ഞാനൊരു ആക്ടർ അല്ലല്ലോ, ബേസിക്കലി അങ്ങനെ ഒരു പ്രൊഫഷണൽ ആക്ടർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ഭയങ്കര ഹാപ്പി, ഇങ്ങനെ കീപ്പ് ചെയ്തത് കൊള്ളാം, പരിപാടി കൊള്ളാം മനസ്സിലായി തോന്നി. ഇനിയിപ്പോ വാഴ 3 ഉണ്ടാവും. കുറെ പേർക്ക് ഇനി അങ്ങനെ ഒരു 3 ഉണ്ടാവാനാണ് സാധ്യത. കാരണം നമ്മുടെ ഹാഷ്യർ ഇപ്പോഴും നാട്ടിൽ നിൽക്കുവാണല്ലോ. അതെ 3 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത് പക്ഷേ ഒഫീഷ്യലി അതിൻ്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീം നമ്മളിപ്പം 4-5 ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് വെരി സൂൺ അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രോസിൻ UK എന്നൊക്കെ. ഓക്കെ. ഇനിയിപ്പോ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര വലിയൊരു സ്റ്റാർട്ട് ചെയ്തോന്ന് പറയാൻ പറ്റില്ല, ആക്ടിങ് ചെയ്തു ഒരാൾക്ക്. അത് സ്റ്റാർട്ടിങ് ആണോ ഇതുകൂടെ സ്റ്റോപ്പ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ചോദ്യം അതായിരുന്നു, ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാനാണോ? അല്ല, അത് കാര്യം അഭിനയിച്ച ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അഭിനയം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് കുറച്ച് പണി അറിയെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഇത്രയും 15 വർഷം നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അത്ര ഈസി അല്ല. ഇതിന് കുറച്ച് നമുക്ക് കഴിവ് വേണം എന്ന് മനസ്സിലായി. അപ്പോൾ അത് കിട്ടുന്നത് ഇൻബോൺ ആണോ അതോ ബൈ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പം മേ ബി ബൈ നമ്പർ ഓഫ് ഇത് ചെയ്യുന്നതനുസരിച്ച് വരുമായിരിക്കും. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അത്ര അതിനുള്ള കഴിവില്ല എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇനി ഉദാഹരണം ഞാൻ നോക്കിയൊന്നും ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചിന്തയും പ്ലാനൊന്നും. ഇപ്പം ഇതുവരെ സംഭവിച്ചത് ഇതൊന്നും പ്ലാനിലുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഒരു കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ടാണ് ഇതിനകത്തോട്ട് വന്നത്. ഞാൻ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ടൊരു കോർപ്പറേറ്റ് ചാനലിൽ പ്രൊഡക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതിന് മുന്നേ മറ്റു പല ചാനലിലും പ്രോഗ്രാം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഫിലിം എന്നൊരു ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, അതിൽ പാർട്ടാവണം. കാര്യം ഞാനും വിപിൻ ദാസും കൂടി 2011 തൊട്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും വിപിൻ്റെ ഡയറക്ഷന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൊച്ചിയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ മീറ്റ് ചെയ്യുകയും ഒരു പ്രോജക്റ്റ് ഓണാക്കാനും അതിൻ്റെ ഒരു വക്കിലെത്തിയിട്ട് പിന്നെ നടക്കാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ വിപിൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നു, പിന്നെ സിനിമ ചെയ്തു, അങ്ങനെ പോകുന്നു. പിന്നെ ആസ് എ പാർട്ട് ഓഫ് ലിവിങ് നമ്മൾ പിന്നെ മറ്റ് ജോബ്സ് അല്ലെങ്കിൽ ഞാൻ വീണ്ടും ചാനലിൽ തന്നെ ചെയ്യുന്നു. ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് നാൾ വീണ്ടും മൂവീസിൽ വന്ന് ഒരു 2014 ബാംഗ്ലൂർ ഡേയ്സിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 ഇയേഴ്സ് മാർക്കറ്റിംഗ്. അന്ന് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് ആദ്യമായിട്ട് ഈ നമ്മുടെ ഫിലിമിൻ്റെ ടൈറ്റിൽ വരുന്നത് നമ്മൾ വഹിച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഡിജിറ്റൽ അന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് ഓൺലൈൻ പ്രൊമോഷൻ എന്ന വാക്കായിരുന്നു അന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും മീഡിയ ആൾക്കാരും ഒക്കെ. ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുക, അഡ്മിൻസ്, അങ്ങനത്തെ ഒരു വേറൊരു കൾച്ചറുള്ള സമയമായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന വാക്ക് തന്നെ ആർക്കും അറിയില്ല, പ്രൊമോഷൻ എന്ന വാക്കേ അറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളന്ന് ഒരു കമ്പനി ഫോം ചെയ്ത്, IST എന്നൊരു കമ്പനി ഫോം ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ മുഴുവൻ ചെയ്തു, യോബിൻ്റെ പുസ്തകം, അങ്ങനെ കുറേ സിനിമകൾ അന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ വീണ്ടും ബാക്ക് ടു ചാനലിൽ പോയി മ്യൂസിക് മോജോ ഷോ ഡയറക്റ്റ് ചെയ്യാനും അങ്ങനെ ഇവിടേക്ക് പോയി. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ ഇപ്പോഴും അതിന്റെ ഓരോ റീൽസ് വരും. അതെ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ ജോബ് ഗുരുവിൻ്റെ ആർട്ടിസ്റ്റ് മാനേജർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സിനിമയുടെ ഈ കുറച്ച് റിലേഷൻ ഉണ്ട്. കാര്യം ജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് ആക്ച്വലി. റിയൽ ലൈഫ്. അതെ, പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിരുന്നു, പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്നു, ആർട്ടിസ്റ്റ് മാനേജർ ആയിരുന്നു, മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം കഴിഞ്ഞ ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് ഒരു കോർപ്പറേറ്റ് ചാനലിൽ പ്രൊഡക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഈ വിപിനും ഞാൻ ഈ റിലേഷൻഷിപ്പ് ഇതിലുണ്ട്. അപ്പോൾ ജയ ഹിറ്റായ സമയത്ത് തൊട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അന്ന് നമ്മളൊരു പേരൊക്കെ ഉണ്ടാക്കി വെച്ചു, WBTS എന്നൊക്കെ പേരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലം തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചാനലിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സാഹചര്യം കിട്ടിയത്. അങ്ങനെ അത് വിട്ടിട്ട് ആണ് ഇതിൽ വന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്ത് വിപിൻ്റെ കൂടെ ഇനി നമുക്ക് ഫിലിം പ്രൊഡക്ഷൻ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് തന്നെ ചെയ്യാം എന്ന് കരുതി വന്നു തുടങ്ങിയത്. ഇപ്പം ഈ ഒരു ഡയലോഗ് റിയൽ ലൈഫിലും റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞു, ആ ഡയലോഗ് ഒന്ന് പറയൂ. ഒരു ജീവിതമല്ലേ ഉള്ളൂ മോനെ, ജീവിക്കണ്ടേ? അയ്യടാ, എനിക്കൊന്ന് ഒരു ജീവിതമല്ലേ ഉള്ളൂ അനിയ,
ജീവിക്കണ്ടേ. അതിനുശേഷം അലൻ ഇപ്പൊ അല്ലാണ്ട് തന്നെ ഇപ്പൊ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമില് ഈ അലൻ്റെ ഇവർ പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഈ അലൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഈ ആ ലാസ്റ്റ് ആ പോർഷൻ ഷൂട്ട് ചെയ്തപ്പോഴേ, അപ്പോൾ ഞാൻ നമുക്ക് അഭിനയിച്ചിട്ടൊരു എക്സ്പീരിയൻസും ഇല്ല, അതിന് ട്രെയിനിങ്ങും എടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പം പ്ലെയിനായിട്ട് ഇപ്പം വിളിച്ചൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ ഡയലോഗ് എടുക്കാൻ സമയത്ത് അലൻ ഡയലോഗ് പറയുന്നു, ഞാൻ പറയുമ്പോൾ തെറ്റുന്നു, നേരത്തെ കയറി പറയുന്നു, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായപ്പം. അപ്പോൾ അവിടെ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അന്നത്തെ ദിവസം നമ്മൾ അതൊരു ഭയങ്കര ഒരു ഹില്ലി ഏരിയയാണ്, തണുപ്പും കൂടെ. അപ്പം -2 നിൽക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടി ടെൻറ്റിനകത്ത് പോകും. ടെൻറ്റിനകത്ത് ഹീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് മുഖവും കൈയൊക്കെ കാണിച്ച് ചൂടാക്കി അങ്ങനെയാണ് അങ്ങനെ ചെയ്യും, തിരിച്ച് ഓടി വരും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പം ടെൻറ്റ് ഇരുന്നപ്പോഴാണ് അലൻ ആദ്യത്തെ ഷോട്ട് തെറ്റിയപ്പോൾ അലൻ പറഞ്ഞു തന്നെ എനിക്ക്, ചേട്ടാ ഞാൻ പറയുന്ന ഡയലോഗിൻ്റെ ലാസ്റ്റ് വാക്ക് എന്താണെന്ന് ചേട്ടൻ ഓർത്ത് വെക്കണം. അപ്പോഴെനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആക്ടറിൻ്റെ ഡയലോഗും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അയാൾ എവിടെ നിർത്തുന്നിടത്തുനിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. മറ്റത് എനിക്ക് അപ്പം ഞാൻ ആ ഒരു അതെനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് തന്നത് അലനാണ്. ആ നെക്സ്റ്റ് ടേക്കിൽ അതെനിക്കത് കറക്റ്റാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ നോർമലി നമ്മളുടെ ഡയലോഗ് നമ്മളിപ്പോൾ നോർമൽ കോൺവെർസേഷനിൽ ഇപ്പം ഞാൻ ചെയ്തത് മസ്താനി പറഞ്ഞപ്പോൾ ഞാൻ ക്രോസ് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയില്ലേ. പക്ഷേ അങ്ങനെ ഞാൻ സംസാരിച്ചോടെ അറിയാതെ. നമുക്ക് ആ ഫീലൊക്കെ അവർ മൈൻഡിൽ നിന്നും ഇതും കിട്ടും. നമുക്ക് ആൾറെഡി അറിയാം എന്താണ് പറയേണ്ടത്, നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ അറിയാമെന്ന് വരുന്ന ഒരു ഇത് നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെനിക്കൊരു ലെസൺ പോലെ അത് ശരിക്കും ഞാനത് ഭയങ്കര താങ്ക്ഫുൾ ടു അലൻ. അതൊരു എനിക്ക് ഭയങ്കര ഒരു ഇതെല്ലാം ലേണിംഗ് പ്രോസസ്സായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ അതുപോലെ ഈ ടീം അടിപൊളി ടീമാണ്, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അലനായാലും ഈ DOP അഖിൽ ലീലാസുരൻ, അതിൻ്റെ ചീഫ് റിജിവാൻ, അങ്ങനെ കൂടെ നിന്നവരെല്ലാവരും ഇതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം നമ്മളുടെ ഇതിൻ്റെ ഈ ടെക്നിക്കാലിറ്റിയിലോട്ട് നമ്മളധികം പ്രൊഡക്ഷനിൽ നിൽക്കുമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഞങ്ങളൊരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ മറ്റേ കൂടെ പോയി നിന്ന് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അങ്ങ് നോക്കാതെ ഞങ്ങൾ ദൂരെ എവിടെയും പോയി ഇരിക്കാറുള്ളൂ. അവർ ഷൂട്ട് ചെയ്തോട്ടെ, അവരുടെ ഫ്രീഡത്തിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ടെക്നിക്കാലിറ്റി ഒരുപാട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത് വെരി ക്ലോസ്ലി കാണേണ്ടി വരുന്നു. ഇപ്പോൾ ഷോട്ട് ഒരേ ഡയലോഗിനെ 3-4 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അവർക്ക് ഷോർട്സ് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ എക്സ്പ്രഷനും അതേ ഫീലും നമ്മൾ വീണ്ടും റിപ്പീറ്റ് കൊടുക്കേണ്ടി വരും. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട്. ഇപ്പം നമ്മൾ ഒരു സീൻ, ഒരു ഡയലോഗ് നമ്മൾ പറയുന്ന ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്ന നമ്മൾ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഫീൽഡിലും പറയുന്ന അത് വീണ്ടും റീടേക്ക് ഒരു 5-6 റീടേക്ക് പോയി. അപ്പൊ 6ാമത്തെ റീടേക്കില് ആദ്യം ഉണ്ടായതിനേക്കാൾ ബെറ്റർ ആകുമോ, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായത് ആ ഒരു എനർജി നമുക്ക് കുറഞ്ഞു പോകും? ബെറ്റർ എന്നെ പോലുള്ള ആക്ടർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഒരു ആക്ടേഴ്സിന് ബെറ്റർ. ഇപ്പം ഇൻബോൺ ടാലന്റ്, ഇപ്പം ആക്ടർ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ആക്ടർ അവർ ബോൺ ആക്ടേഴ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഇത് ഒരു കാര്യം പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊണ്ട് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയായിരിക്കും ഡെലിവർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് എൻ്റെ ഒരു അസംഷനാണ് കേട്ടോ, ശരിയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ആരും എന്നെ പൊങ്കാലെടുത്ത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയ കാര്യമാണ്. അതായത് മേ ബി അവരുടെ ഫസ്റ്റ് ടേക്ക് ചിലപ്പോൾ ഭയങ്കര അതുകൊണ്ടായിരിക്കും ചിലപ്പം ഫസ്റ്റ് ടേക്ക് കിട്ടില്ല, അവർ സെക്കൻഡ് ടേക്കിന് വേറെ കൊടുക്കും. സെക്കൻഡ് നമ്മളങ്ങനെയല്ല, നമ്മൾ ട്രയൽ ആൻഡ് എററിൽ നിന്ന് പഠിച്ചു വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആവും 6th ടേക്കിലെടുക്കുമ്പോൾ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നമുക്ക് അപ്പോഴത്തേക്കും ഇതിൻ്റെ അവരുദ്ദേശിക്കുന്നത് എന്താണെന്നില്ല അതിലോട്ട് നമ്മൾ കൃത്യമായിട്ട് ഐഡിയ വരും. അത് നമ്മളിപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് നിൽക്കുന്നേക്കാളും 5ാമത്തെ പടമാകുമ്പോഴേക്കാണല്ലോ ആ മെയിൻ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന പൾസ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് നമ്മൾ ട്രയൽ ആൻഡ് എററിൽ പഠിക്കുന്ന ഒരു ആക്ടർ ആയതുകൊണ്ടാണ്, അങ്ങനെ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോ നമ്മൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഫുൾ വാഴ 2, വാഴയിലെ പാട്ട്, വാഴയുടെ ഓരോ സീൻസ് തിയേറ്ററിൽ നിന്ന് തന്നെ ഇങ്ങനെ ചിലവർ ഇഷ്ടം കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം തുറന്ന വാഴ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വേറൊരു കാര്യം, എന്താണോ അവനിക്ക് മരുന്ന് കൊണ്ട് കൊടുക്കാൻ? അതെന്താ ഡയറക്ടർ മിസ് ചെയ്തതാണോ, അല്ലെങ്കിൽ അത് നമ്മൾ ഊഹിച്ചോട്ടെ എന്ന് ഊഹിച്ചോട്ടെ മാത്രമല്ല, ഈ മരുന്ന് പിന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവാം, അത് നമ്മൾ കാണിക്കുന്നില്ല. കാര്യം ഇത് അതിനൊന്നും ടൈമിൽ ഇതൊന്നും നമ്മളവിടെ പറയുന്നില്ല. ഈ ടൈമിൽ നടന്നു എന്ന് പറയുന്നില്ലല്ലോ. അപ്പം ഞാനവിടെ തിരിച്ചു പോകുന്ന സമയത്താണ് അയാൾ കുനിഞ്ഞു നിന്ന് നോക്കി ആ റിയലൈസേഷനോട് വരുന്നതും. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും നടക്കാൻ പറ്റില്ല. അയാളങ്ങ് ചിലപ്പോൾ അവിടെ അടുത്ത് കസേരയിൽ വിഷമിച്ച് ഇരുന്ന് പോയിട്ട് ആദ്യം ചെയ്യുന്നത് അനിയത്തെ വിളിക്കുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ. അല്ലാതെ ഇതിനകത്ത് ഒരുപാട് ലോജിക്കൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ നോക്കി ചെയ്തേക്കുന്നതല്ല. അപ്പം ആ ഇമോഷൻ അപ്പോഴേക്കും ആൾക്കാർ കിട്ടുക, എന്താണ് ആ ഡയലോഗ് കൊണ്ട് യൂസ് ചെയ്ത ഇമോഷൻ. ആ ഡയലോഗ് കഴിഞ്ഞിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡയലോഗിൻ്റെ വാല്യൂ ഇത്ര ഡെപ്തിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ അതിനകത്തൊരു
വിട്ടുപോയതൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ഈ വാഴ 2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കോളിന് ശേഷം അവൻ നടന്നു പോയി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ലാസ്റ്റ് അതെ അതെ അതെ. അപ്പൊ നമ്മൾ അത് കാണിച്ചിട്ടില്ലാന്നല്ലോ, അത് പ്രേക്ഷകർക്ക് എങ്ങനെ വേണോ അത് എടുക്കാം. ഇതിൽ തന്നെ നമ്മൾ എല്ലാ സീൻസും ഭയങ്കര, അതായത് കൂടപ്പിറപ്പുകളുടെ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അതാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പേരൻസ് ആയിട്ടുള്ള ഒരു അച്ഛൻ മകൻ, അതായത് ആൺമക്കളും അച്ഛനും തമ്മിലുള്ള ഒരു സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്, പ്രണയ നഷ്ടമുണ്ട്, ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധമുണ്ട്. ഓ എന്റെ പൊന്നോ, എന്റെ സ്കൂളുണ്ടായിരുന്നു ആ ടീച്ചറുടെ പോലത്തെ ടീച്ചർ. മറ്റേ ഡയലോഗില്ലേ, ഇവര് വരുന്നത് ആമ്പിള്ളേരെ കാണിക്കാൻ വേണ്ടിട്ടാ ലിപ്സ്റ്റിക്, കറക്റ്റ് ടീച്ചർ. എനിക്ക് സത്യം പറഞ്ഞാൽ മെൻഷൻ ചെയ്യാൻ തോന്നി. അല്ല, ഇതിനകത്ത് ഒരു ഭയങ്കര ലാർജർ ആംഗിളിലുള്ള ഒരു സോഷ്യൽ മെസ്സേജ് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഫാമിലി പടമാണ്. ആക്ച്വലി ഫാമിലീസ് മസ്റ്റ് വാച്ച് മൂവി എന്ന് നമ്മളെടുത്തും ഇപ്പൊ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോൾ ഡ്രഗ് യൂസേജിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളെ കാര്യത്തിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ അതിനകത്ത് ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ട്. കാര്യം ഈ കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ കുട്ടികൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു, അവർ എന്തുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നു, അതിനാരൊക്കെ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിനകത്താണ് ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം, സ്കൂളിൽ ഒരുക്കിയ സാഹചര്യങ്ങൾ, പാരൻസിൻ്റെ പെരുമാറ്റം, അവരുടെ കൂട്ടുകെട്ട്, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പാരൻറ്റ് കണ്ടിരുന്നാൽ അവർ നാളെ തൊട്ട് ശ്രദ്ധിക്കും അവരുടെ കുട്ടിയെ. അവൻ എവിടെ പോകുന്നു, അവൻ കളിക്കാൻ പറ്റുന്നുണ്ടോ, അവൻ എന്താണ് അവൻ്റെ ബുദ്ധിമുട്ട്, അവൻ ആരുടെ കൂടെ കൂടി നടക്കുന്നു, അവൻ എപ്പോൾ വരുന്നു പോകുന്നു, ഇതൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ സോഷ്യൽ മെസ്സേജും ഫാമിലീസിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഫാമിലീസിനും കുട്ടികൾക്കും. അപ്പോൾ അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ ഒരു പോലീസ് ഓഫീസറെ കൊണ്ടാണ് അത് പറയിച്ചിരിക്കുന്നത്. അത് അൽഫോൺസ് ചേട്ടൻ അതിഗംഭീരമായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു എന്താണ്, നമ്മളിങ്ങനെ കേട്ടിരിക്കും, ആ ഡയലോഗുകളൊന്നും മറക്കില്ല. നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ഹൈ ലോ ആയിപ്പോവും, നീ പിന്നെ ഭ്രാന്തനെ പോലെ ആയിപ്പോവും എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ മെസ്സേജ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നത് നല്ല കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് കൂടെ ആ സിനിമയ്ക്കകത്ത് അണ്ടർലൈനിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാ ഫണ്ണും കോമഡിയും അടിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ കേരളം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു സോഷ്യൽ മെസ്സേജ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ശരിക്കും ഹാഷിന്റെ ഡയലോഗ് പോലെ തന്നെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഏറ്റവും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. അത് മാത്രമല്ല, നമ്മള് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിച്ചൊരു സീനാണ് വിഷുവിന് ഒരു ചേട്ടൻ പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്നത്. എത്ര തലകുത്തി നിന്ന് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സീനിന് ഇതുപോലുള്ളൊരു POV ഉണ്ടെന്ന് ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. സത്യം, നമ്മള് ചിരിച്ച് എന്തോരം തള്ളിയ ഒരു സീനാണ്. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നു. ആ സമയത്ത് പുള്ളിയുടെ മക്കളോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായി കാണുമോ? അല്ല, എനിക്കത് എന്റെ അടുത്ത് ഇപ്പൊ വിപിൻ പറഞ്ഞത് വിപിൻ അന്ന് ആ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോക്കകത്ത് എവിടെയോ അച്ഛാന്നൊരു വിളി അവൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അവൻ ആ ചിന്ത ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇത് ഷൂട്ട് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനല്ലേ, ഇത് നമുക്ക് ഇവരുടെ ഒരു പരിപാടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് ഇത് അവൻ്റെ അമ്മ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. സത്യം, നമ്മളും അത് ബിജുക്കുട്ടൻ ചേട്ടൻ വീഴുന്നത് വരെ നമ്മൾ ചിരിക്കുമായിരുന്നു. പക്ഷെ തിരിച്ച് ആ കുട്ടിയിലേക്ക് ആ പാട്ട് അത് പാട്ടിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. വാനില ചെടിയെ പാട്ടിനകത്ത് ആ വീഴുന്ന സീനുണ്ട്. അപ്പോൾ നമ്മൾ പാട്ട് കൊണ്ട് ചിരിച്ചു പോയി. പക്ഷെ അത് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇത്രയും വലിയ ഇമോഷൻ ആണെന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതാണ് അവരുടെ ബ്രില്യൻസ് ഓഫ് ഡയറക്ടർ, പിന്നെ എഡിറ്റർ. ഇതിൻ്റെ എഡിറ്റിങ്ങിന് എടുത്ത് പറയേണ്ട ഒരു സാധനം. കണ്ണൻ ആണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ട്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ മറ്റേ ആ സ്കൂളിലെ സീൻസൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ പുത്രൻ്റെ സീൻസ്, അവിടുത്തെ സ്കൂളിലെ സീൻസ് ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ സീന്, ഈ 3 സീനും ഇങ്ങനെ നമ്മൾ വളരെ ഈ സിനിമയുടെ ലെങ്ത് തന്നെ 242 എന്തോ ഉണ്ട്. അപ്പം ഭയങ്കര ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഇതിൽ ഒരു ഡയലോഗോ ഒന്നും കളയാനും പറ്റില്ല. ഇത് ഉൾപ്പെടുത്തുകയും വേണം, പക്ഷേ ലാഗ് അടിക്കാനും പാടില്ല. അപ്പം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ എന്താണെങ്കിലും ആ എഫേർട്ടാണെങ്കിലും എല്ലാത്തിൻ്റെ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് ഷോക്ക് ശേഷം തന്നെ ഞങ്ങൾ മനസ്സിലാക്കി പ്രേക്ഷകർ. അല്ലെങ്കിൽ ഇത്രയും ഹിറ്റായില്ല. ഇപ്പോഴും ഞാൻ ഏതൊരു മൺഡേ ആണോ ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു ഇത് പോയി കാണുന്നത്. അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ വീക്കെൻഡ്സിലാണല്ലോ ഹൗസ്ഫുൾ ആയിരിക്കാം. ഈ വീക്ക് ഡേയ്സിൽ അതും 11:30 ഷോക്കൊക്കെ അങ്ങനെ ഹൗസ്ഫുൾ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഹൗസ്ഫുൾ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കുന്നവർ അല്ലെങ്കിൽ UK എന്ന് വിളിക്കുന്നവർ പറഞ്ഞാൽ അവിടെ എല്ലാം ഷോസ് ഹൗസ്ഫുള്ളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ വിചാരിച്ചതിൻ്റെ മുകളിൽ സിനിമ പോയി എന്നുള്ളതിൽ
പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് പണ്ട് വളരെ പണ്ട് പ്രേമമൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ. പിന്നെ ജനങ്ങൾ കൊണ്ടുപോയി സിനിമ അത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ റീൽസൊക്കെ എടുത്ത് ഇടുന്നു. പക്ഷേ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ സ്നേഹം കാരണമാണ് അവരുടെ ഇടുന്നത് അവരുടെ. അപ്പോൾ ആ സ്നേഹം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതാ പറഞ്ഞ ഇൻസ്റ്റഗ്രാം തുറന്ന വാഴ ഒന്നില്ലെങ്കിൽ വാഴ കാണുന്ന റീൽസ് ക്ലിപ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഈ പടം കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും വാഴ 2 ഇറങ്ങുമ്പോൾ ഈ സിബ്ലിങ്സ് കൂടപ്പിറപ്പുള്ള സ്നേഹത്തിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റക്കുട്ടിയുടെ ജനിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ? കാരണം നമ്മള് ഉടനെ പെങ്ങളെ ആങ്ങളെനൊക്കെ വിളിക്കും, നമ്മൾ കുറെ സ്റ്റോറി ഒക്കെ ഇടും. അപ്പൊ അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു തോട്ടെ ആലോചിച്ചായിരുന്നു. എനിക്കറിയില്ല കേട്ടോ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. അവർക്ക് മേ ബി ചിലപ്പോൾ ഇതിനകത്തൊരു പാരന്റിനോടുള്ള ഇഷ്ടം തോന്നാതിരിക്കാം. കാര്യം ഈ വിനായകൻ അങ്ങനെയാണല്ലോ. അതിനകത്ത് വിനായകന്റെ ക്യാരക്ടർ പുള്ളിക്കാണെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി അതിനകത്തൊരു സങ്കടകരമായ കാര്യം, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വിനായകൻ അനാഥനായി, ഒറ്റയ്ക്കായി. അങ്ങനെ ഒരു പോയിന്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊരു അങ്ങനെ കാണുന്നവരുണ്ട് പ്രേക്ഷകർ. അത് കണ്ട് കരയുന്നവർ. ആ ആംഗിൾ നമ്മൾ പിന്നെ അതിനകത്തൊരു ഫോറിനറാണ് പുള്ളിക്കാരനെ സമാധാനിപ്പിക്കുന്നത്. അപ്പം അവന് വേറെ ആരുമില്ല, ഇനിയിപ്പം ആ ഫോറിനറാണ്. അപ്പോൾ അതിനകത്ത് ഫോറിൻ ലേഡി ഒന്ന് വിതുമ്പുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവന് ലോകത്തിൻ്റെയും അവൻ്റെ കൂട്ടുകാരും ഇനി ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര മേ ബി അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ജീവിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ലോകത്തുണ്ടാവുമല്ലോ. അപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതാ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ബിജുകുട്ടൻ, വിനായകൻ, അവരെ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ളൊരു സാധനം. മേ ബി വാഴ 3 വിനായകനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വരുമായിരിക്കും. സായിപ്പിന്റെ മോളൊക്കെ വരുമായിരിക്കും. ഞാൻ എന്തായാലും ഒരു കുഞ്ഞൊരു ഗെയിം തരാം. ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം. അപ്പൊ അതിന്റെ ഒരു മെമ്മറി ഷെയർ ചെയ്താൽ മതി. എപ്പായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അയ്യോ, അതൊക്കെ അത്ര മെമ്മറി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ആ കോർപ്പറേറ്റ് ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോംബെ ചാനലിൽ, അത് നാഷണൽ ചാനലാണ്. അപ്പോൾ അവിടുത്തെ ഡാൻസ് ഷോ ഉണ്ട്. അപ്പം ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണത്. മുംബൈയിൽ. എത്ര മുന്നേ ആണോ? ഒരു 2-3 വർഷം മുന്നേ. അതെ, 2-3 years മുന്നേ. അതെ, പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. ഇത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊരു 2000 എനിക്ക് തോന്നുന്നു 13 ആ സമയത്തൊക്കെ, 13-12 സമയത്തൊക്കെയാണ് തോന്നുന്നു. നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനി ചാനലിൽ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നപ്പോൾ അന്ന് എനിക്കൊന്ന് എന്തോ ഒരു ഇഷ്യൂ, നമുക്ക് സ്റ്റേറ്റ് കലാമിറ്റി, നാഷണൽ കലാമിറ്റി എന്തോ ഉണ്ടായ സമയത്ത് നമ്മൾ യൂണിറ്റി സോങ് എന്ന് പറഞ്ഞൊരു സോങ് ഇറക്കിയായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞൊരു യൂണിറ്റി സോങ്. അപ്പോൾ അതിന് നമ്മൾ അന്ന് അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ട് സുമേഷ് ഉണ്ടായിരുന്നു പുള്ളി, പിന്നെ അതിൻ്റെ മ്യൂസീഷ്യൻ ജോർജ് പീറ്റർ. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ട് കുറേ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പാടിച്ചു. ആ ഒറ്റ പാട്ടിനകത്ത് ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സിംഗിങ് ചെയ്യുന്നുണ്ട്, ഓരോ ലൈനായിട്ട്. ഉഷ ഉതുപ്പ് തൊട്ട് ശങ്കർ മഹാദേവൻ, അങ്ങനെ. അപ്പോൾ അതിൽ വിവേക് ഒബ്രോയെ കൊണ്ട് പഠിച്ചപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോയാണത്. ഇത് അത് സെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാലിനെ വെച്ച് പാടിപ്പിച്ചപ്പോൾ എടുത്തത്. അത് ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ടൈം മോഹൻലാൽ സാറിൻ്റെ അടുത്ത് സാർ റെഡി ആക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അത് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യം. അന്നാണ് ഞാൻ പുള്ളിയുടെ ഒരു ടാലൻ്റൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നത്, ഞെട്ടിപ്പോകുന്നതൊക്കെ. അതിനുശേഷം എത്ര തവണ കണ്ടിട്ടുണ്ട്? അതിനുശേഷം പിന്നെ ഞാൻ വേറൊരു ഇവൻറ്റ്, ഞാൻ പിന്നെ ഇവൻറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റാവിസ് കൊല്ലത്ത് ഇവൻറ്റ് അവരുടെ ഉദ്ഘാടനം, അപ്പോൾ അന്ന് പുള്ളിയും ഷാരൂഖ് ഖാനും ആയിരുന്നു ചീഫ് ഗസ്റ്റ്. അന്ന് പുള്ളിയുടെ കൂടെ ഇതുപോലെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല, പുള്ളിയായിട്ട് അധികം കണ്ടിട്ടില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ഞാൻ മമതേനെ പരിചയം എനിക്ക് വേറെ എൻ്റെ ഫ്രണ്ട് വഴി പരിചയമുണ്ട്. ഞാൻ ഈ ബിപിൻ ഞാനും കൂടെ പണ്ട് 2011 സിനിമ ചെയ്യാൻ നടക്കുന്ന സമയത്ത് നമ്മൾ മമതയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അന്നത്തെ എൻ്റെ ഒരു പരിചയം, ഞാൻ ചാനലിലുള്ള കാരണം എനിക്ക് കുറച്ച് ആർട്ടിസ്റ്റിനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മമതയുടെ അടുത്ത് സ്റ്റോറി പറയാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിചയം. ആ പരിചയം പിന്നെ വേറെ ഏതൊരു ഷൂട്ടിന് നാട്ടിൽ വന്നപ്പോൾ മമത വിളിച്ചപ്പോൾ കാരവാനിൽ പോയി കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇതെൻ്റെ സ്വന്തം ഡയറക്ടർ സവിൻസ. ഇത് ഞങ്ങൾ ജോർജിയയിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ. ഇതെൻ്റെ ഇതാണ് ഞാൻ ദൈവമായ ആളെന്ന്. അതെ, ഇതാണ് എൻ്റെ. അതെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ 4 പേരും അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ സാധു ഇത്രയും നല്ല പയ്യന്മാർ. അങ്ങനത്തെ എന്താണ് പറയുക, ഒരു വേറെ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. അലനായാലും വിനായകായാലും അജിനായാലും ഹാഷിറായാലും എല്ലാവരും നമുക്ക് ഭയങ്കര
അവരെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എപ്പോഴും സന്തോഷമാണ് അവരുടെ കൂടെ ഉള്ളപ്പോൾ. അത് അങ്ങനെ ഒരു അതെനിക്ക് ആ 10-11 ഡേയ്സ് ജോർജിയയിൽ ഞാൻ ഫുൾ ടൈം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ. ആഷിർ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ആഷിർ നമ്മൾ ഒരുമിച്ച് കറങ്ങാൻ പോവും, കുറേ നടക്കാൻ പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പോഴാണ് ഞാൻ അവരെ കൂടുതൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. അത് അവരും അത് പറയാറുണ്ട്, ചേട്ടാ നമ്മൾ ഒരുമിച്ച് നമ്മൾ അതിനു മുന്നേയൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഞാൻ വരുമ്പോൾ ഒക്കെ പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്ന് ആൾ വരുന്ന പോലെയാണ് എന്നെ കണ്ടിരുന്നത്. വിപിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വരുന്ന പോലെയാണ് കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഹായ് പറയും, ചിരിക്കുന്ന ഓക്കെ എന്ന് അതിൽ നിന്ന് മാറി കൂട്ടുകാരെ പോലെ ആയത് ഈ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പോയപ്പോഴാണ്, ഇങ്ങനെ ജോർജിയ പോയപ്പോൾ. ശരിക്കും ഇപ്പോൾ ഹാഷിറും ടീമും ആണെങ്കിലും നമ്മുടെ അമ്മീനും ടീമൊക്കെ ആണെങ്കിലും ഇവരൊക്കെ നമ്മൾ കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ ഇവരുടെ ഓരോ എഫോർട്ടും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ വിന്നാണ്. ഇവർ ഫൈനലി എത്തിയല്ലോ. അത് ഓരോരുത്തർ സ്ക്രീനിൽ എടുത്ത് കാണുമ്പോഴും ഞാൻ അയ്യോ ദേവോ ആ ഒരു ഇതായിരുന്നു നമുക്ക് എല്ലാവർക്കും. അത് ശരി. അതാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കാനുള്ള റീസൺ. കാര്യം അവർക്കിത് അവരുടെ വിന്നായിട്ട് തോന്നുന്ന ഒരു സാധനം. കാര്യം അവർ വരികയും വെറുതെ വന്നതല്ല, അവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈച്ച് ആൻഡ് എവരി ആക്ടർ 4 പേർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത്. കോമഡിയും മാസും ഇമോഷനും ഇത് 3 ചെയ്തവർ. ചിലർക്ക് ചില സമയം കോമഡി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അവർ ആഗ്രഹിക്കും ഒരു മാസ് സീൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്കിപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വിനായകൻ്റെ ഇൻട്രോയിൽ കാണുമ്പോൾ ഞാൻ എപ്പോൾ കണ്ടത് കൈയടിക്കും. വിനായകൻ്റെ ഇൻട്രോ ആ പാട്ടിൽ വരുന്ന ഒരു ഇൻട്രോ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. കാര്യം നമുക്കറിയാവുന്ന നമ്മുടെ കൂടെ നമ്മളെപ്പോലെ ഒരാൾ സ്ക്രീനിൽ വന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ സിനിമയ്ക്ക് ആ വിജയം കിട്ടുന്നത്. അവരിൽ നമ്മളെ റീൽസിൽ കണ്ട ആൾക്കാരെ അല്ല സ്ക്രീനിൽ കാണുന്നത്. എൻ്റെ ഒരു ഭയങ്കര ഒരു 5 വർഷമൊക്കെ ആക്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു അതുപോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു വാഴ 1 ഇറങ്ങിയ സമയത്ത് ഹാഷിറിന്റെ ആ ഒരു സീനിന് കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ നെഗറ്റീവും കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ വാഴ 2 കണ്ടപ്പോൾ ആ കമന്റ് ഇട്ട ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ ആയിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി വാഴ 1 ഞാൻ എപ്പോഴും റിപ്പീറ്റ് കാണുന്ന സീൻ ഹാഷിറിന്റെ ബേസിക് കോമഡി സീനാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സീൻ ഓഫ് വാഴ 1. പക്ഷേ എനിക്കതിനകത്ത് ഭയങ്കര ഞാൻ അതിലാണ് ഹാഷിറിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആ ഒറ്റ സീനിലാണ് ഞാൻ ഈ ഹാഷിർ എന്ന ആക്ടറിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. നമുക്ക് പുറത്ത് വെച്ച് കാണുമ്പോൾ അറിയാലോ ഹാഷിർ നോർമലി ആണ് സംസാരിക്കുന്നത്. പക്ഷേ ആക്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം മാറുന്നുണ്ടെന്നുള്ളത് അതിൽ അറിയാൻ പറ്റും. അതിൽ തന്നെ ആ ഒരു സീനിൽ തന്നെ നമ്മളിപ്പോൾ പിന്നീട് വാഴ 1 കാണുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ സീൻസൊക്കെ ഇപ്പം ഇങ്ങനെ വരുമ്പോഴും ഇങ്ങനൊരു ട്വിസ്റ്റ് നമ്മൾ വാഴ 2 പ്രതീക്ഷിക്കുന്നില്ല. അതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്കറിയാം, ഇവന് ഞാൻ അടുത്തിരുന്നു, ഈ 4 പേരാണ് പറയുന്നത്. പക്ഷെ അവര് വാഴ 2 ഇങ്ങനെ ഒരു സാധനം വരുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും റിവീൽ ചെയ്യുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു വലിയ സർപ്രൈസ്. കാരണം നമ്മളിങ്ങനെ വിഷമിച്ച് ആ ഒരു ഫീലിൽ ഇരിക്കുമ്പോൾ വരുന്നു കുറച്ച് പപ്പടം. ആ ഒരു ലാസ്റ്റ് ടൈലന്റ് വെച്ചിരിക്കുന്ന ഒരു സാധനം തിയേറ്ററിൽ ഇന്നലെ തിയേറ്ററിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ആ ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ജനറേറ്റ് ആവുന്നത്. അത് നമ്മളും അറിയാതെ എത്ര തവണ കണ്ടാലും കൈയടിക്കുന്നുണ്ട്. അറിയാമെങ്കിലും അത് കാണിക്കുമ്പോൾ ഒരു കൈയടിയാണ്. അത് എനിക്ക് തോന്നുന്നു ആ ആക്ടേഴ്സിൻ്റെയും പ്രത്യേകിച്ച് അതിനകത്ത് 1 ഓഫ് ദി ആക്ടർ, ഞാൻ പേര് പറയുന്നില്ല, അത് ആൾക്കാർ കണ്ടോട്ടെ. അപ്പോൾ ആക്ടറിൻ്റെ സ്ക്രീൻ പ്രസൻസ് അത് ഭയങ്കര ഇത്രയും ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ വാഴ 1 ഉണ്ടാക്കിയ ഓളവും ചെറുതൊന്നും അല്ല. അല്ല, അതിൽ നിന്ന് അവർ അടുത്തിലോട്ട് വളർന്നു. അത് ആ സീനിൽ കാണാൻ പറ്റും. വാഴ 1 നമ്മൾ കണ്ട പിള്ളേരിൽ നിന്ന് ഇവര് നമ്മളടുത്ത് ഇങ്ങനെ ഇപ്പുറത്തെ ലാസ്റ്റ് ഇവിടെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, വലിയ ആക്ടേഴ്സായി, അപ്പോൾ അവർ സ്റ്റാർസായി എന്നുള്ള ഒരു ഫീൽ നമുക്ക് ആ സീനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കേൾക്കുമ്പോൾ തന്നെ അത് പ്രൂവ് ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അല്ല, ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് നെക്സ്റ്റ് ഒരു പ്രൊഡക്ഷൻ, എത്രയും അടുത്തൊരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻസ് ഉള്ളത്. അതെ. ഇപ്പൊ സപ്പോസ് ഇനിയിപ്പോ ഇത് കണ്ടിട്ട് വേറെ ആക്ടിങ് പരിപാടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പരിപാടീസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്കറിയില്ല, അങ്ങനെ വിളി വരുമോന്ന് എനിക്കറിയില്ല. അപ്പോഴാലോചിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളെല്ലാവരും ഇനിയിപ്പോ മലയാളത്തിന്റെ കേരളത്തിന്റെ ജോണി സിൻ എന്നായിരിക്കും ചിലപ്പോൾ വിളിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ടാഗ് ലൈൻ എങ്ങനെയാണ് സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നത്? ഉറപ്പായിട്ടും. അല്ലാതെ നമ്മൾ അതിനകത്ത് വേറെ അങ്ങനെ ഒരു കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം എന്താ പറയുക, ഇപ്പം ഈസ് എ പോൺ ആക്ടർ, ബട്ട്
ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ വന്ന് അപ്പം നമ്മളത് അറിയാലോ, ഞാൻ എന്തായാലും ലുക്കിലേക്കല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മളൊരിക്കലും അങ്ങനെ ആവില്ലല്ലോ. നമ്മളിപ്പോൾ മോഹൻലാലിനെ പോലെയാണെന്ന് വെച്ചിട്ട് മോഹൻലാൽ പോലെ ആവില്ല, മമ്മൂട്ടി പോലെ ആവില്ല, ആരെ പോലെ ആരും ആവില്ല. പക്ഷേ ചുമ്മാ ആൾക്കാർക്ക് നമ്മളൊരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. കാര്യം നമ്മളിത് കേരളമാണ്, എല്ലാവർക്കും അത്യാവശ്യം സെൻസുള്ള, ഏറ്റവും കൂടുതൽ സെൻസുള്ള ഒരു ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. സിനിമകൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെൻസ് എന്തിനെ എന്തായിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തായത് നമുക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തു, ആൾക്കാർക്ക് ആ ഫണ്ട് അങ്ങനെ കിട്ടുന്നവർക്ക് അത് ഹാപ്പിയാണ്. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോയില്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ വിചാരിക്കും. അതുകൊണ്ട് അതിനകത്തൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ തിയേറ്ററിൽ കണ്ട ആ ഒരു കയ്യടിയിൽ നിന്ന് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചതെന്നും സിനിമ എത്രത്തോളം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നും. സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തായാലും മനസ്സിലാവും. സിനിമ തിയേറ്റർ ഒരു ഷോ കഴിഞ്ഞാൽ പോയി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്ത മൂവി ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റ് സിനിമ. ആദ്യമായിട്ട് അഭിനയിച്ചത് ജോർജിയിലാണ് എൻ്റെ ഫസ്റ്റ് ആക്ഷൻ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യയിലല്ല ആദ്യം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ലക്കല്ലേ. അതൊക്കെ ഇൻട്രോ സീനിന് തന്നെ ആളുകളുടെ ഒരു വെൽക്കമിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് സിനിമയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കത് ഭാഗ്യം കൊണ്ട് അങ്ങനെ നടന്നു കിട്ടി. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ, നല്ല വിജയിക്കുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. നല്ല ക്യാരക്ടേഴ്സൊക്കെ സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് രീതിയിലായാലും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഹെൽപ്പ് ചെയ്യാനോ എങ്ങനെയായാലും നമുക്ക് അതിൻ്റെ ഒരു ഭാഗം അടുത്ത് നിന്ന് കാണാൻ പറ്റിയാലും മതി. നമ്മൾ അങ്ങനെ നല്ല സിനിമകളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ വാഴ 2 സക്സസ്. താങ്ക് യു സോ മച്ച്.